മോളെ അതി തൊടണ്ട കേട്ടോ. തൊടല്ലേ. മോളോടല്ലേ ഞാൻ പറഞ്ഞത് അതി തുടരുതെന്ന്. ഷോക്ക് അടിക്കും. മാറിക്കും. ഇതിലെങ്ങനെയാ സിനിമ വരിക? സിനിമയൊന്നും ഇപ്പൊ വരൂല. എന്തിനടിയായി തൊട്ടത്? ചോദിച്ചത്. അയ്യോ ചേച്ചി, നിന്റെ അച്ഛൻ വാങ്ങിച്ചോന്നല്ലോ ആശ്രയരം. അത് മോള് വല്ലയിടത്തും പിടിച്ച് ഷോക്ക് അടിച്ചാലോ എന്ന് പേടിച്ചില്ല. നീ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടു നോക്കിക്കോ. കുട്ടികൾ തൊടുന്നുള്ള പേടിണ്ടെങ്കിൽ ഈ പണ്ടാരൊക്കെ സ്വന്തം മുറി എടുത്തു വെച്ചാ പോരെ. എന്തിനാ മോള് കരയുന്നേ? തല്ലിയോ? നീ കുറഞ്ഞാലുണ്ടല്ലോ പാടി ഇവിടെ. എന്താ ചേച്ചി? അത് ദിവ്യമോള് VCR തൊട്ടപ്പോ ഷോക്ക് അടിക്കുമെന്ന് കരുതി വേണ്ടാന്ന് പറഞ്ഞു. അതിന് കാഞ്ചന കൊച്ചിനെ തല്ലി എന്തിനാ? ചേച്ചിക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം വന്നതേ കാരണം ഉണ്ടായിട്ടാ. എന്റെ മോക്ക് VCR വാങ്ങിക്കാനുള്ള സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല. നീ എന്തിനാണ് കൊച്ചിനെ തല്ലിയേ? വല്ലവരുടെയും VCR തൊട്ടാ പിന്നെ തല്ലണ്ടേ? വല്ലവരുടെയും VCRോ? അതേ തുറണ്ടാന്ന് ശൈലജ പറഞ്ഞത് അത്ര വലിയ കുറ്റമായി പോയോ? ഇല്ല, കുറ്റം മുഴുവൻ എന്റെയാ. എനിക്ക് ജോലിയില്ലല്ലോ, പഠിപ്പും പത്രാസും ഇല്ലല്ലോ. കുറച്ചു ദിവസമായി ഞാൻ എല്ലാരും ശ്രദ്ധിക്കുക. എന്നെ അമ്മയുടെ ഒരു മോൻ കെട്ടിക്കൊണ്ട് വന്നതാ. ശൈലജ വന്നേ പിന്നെ എന്നെയും മോളെ ആർക്കും വേണ്ട. അതിന് മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരേ പന്തിയിൽ 2 തരം ഊണ് വിളമ്പുന്നത് ശരിയല്ലമ്മേ. ഇവളോട് എന്താ പറയുക? ആരെവിടെ ഇപ്പൊ ഒരു പന്തി 2 തരം ഊണ് വിളമ്പിയത്? അവളെ മോളെ ആർക്കും വേണ്ട അത്രേ. കഷ്ടം. ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ചേച്ചേ, മോള് പോവാൻ നോക്ക്. ചെല്ല്. ചേച്ചി, കുറച്ച് മട്ടനാ. എന്താ ചേച്ചി കാലത്തിന് ഒരു പോച്ചില്? അവളൊരു മണ്ടൂസ ചേച്ചി. ഓ, അപ്പോ അവളത് നിന്റെ അടുത്ത് എത്തിച്ചു അല്ലേ? ഹേയ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. മുഖത്തൊരു മാട്ടം കണ്ടപ്പോ കാരണം ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞെന്നുള്ളൂ. എന്നാലും വിവരം പറഞ്ഞല്ലോ. മോഹൻ അറിയോ ഈ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു? ഞാൻ സുഖേട്ടനോട് ഒന്നും പറയാറില്ലല്ലോ. ഈ കാതി കൂടെ കേട്ട് ഈ കാതി കൂടെ വിടും. നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ ശൈലജയ്ക്ക് ആഗ്രഹം. എന്താ ചേച്ചി ഇത്? ഞാൻ പറഞ്ഞിട്ടില്ല അവള് ഒരു മണ്ടൂസും പാവമാണെന്ന്. എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നാൾ ഒരു ദിവസം സുഖേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ അവൾ ആ നടുവിലത്തെ മുറിയിലിരുന്ന് കാലും കയറ്റി വെച്ചിട്ട് മാഗസിൻ വായിക്കുക. എന്നാ സുഖേട്ടനെ കണ്ടിട്ടൊന്ന് അനങ്ങ. ശൈലജയോ? എന്നാ അവള് തീർച്ചയായിട്ടും സുഖേട്ടനെ കണ്ടു കാണില്ല. അപ്പൊ ഞാൻ നുണ പറയണമെന്നല്ലേ? മോന, അവക്ക് എന്നെയോ സുഖേട്ടനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവക്ക് ജോലിയുണ്ട്. നിന്റെ ഭാര്യ നീ ന്യായീകരിക്കില്ലുള്ളൂ. എന്നാലേ അത് അവൾ അപ്പൊ തന്നെ ഭർത്താവിന്റെ കാതിൽ എത്തിച്ചു. എത്തിക്കാൻ മാത്രം അതിനിവിടെ ഒന്നും ഉണ്ടായില്ലോ ചേച്ചി. ഉണ്ടായില്ലേ പിന്നെ നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറാൻ വന്നത്? എന്റെ മോക്ക് ഞാൻ 2 അടി കൊടുത്തു. അവളുടെ അച്ഛനും അമ്മയും VCR വാങ്ങാൻ കഴിവില്ലാത്തവരാണെന്ന് അവള് മനസ്സിലാക്കട്ടെ. എന്തൊക്കെയാ പറയുന്നത്? മോന, എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പെമ്മക്കളാ. 3 പേരെയും കെട്ടിച്ചു വിട്ടപ്പോ സ്ഥിതി മോശമായി. ഞങ്ങള് പണമില്ലാത്തവരാണെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു കാണും. അതുകൊണ്ട് അവക്ക് ഞങ്ങൾ തീരെ വിലയില്ലാത്തത്. കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്തറിയാം? ഇനിയും ചിലപ്പോ ശൈലജയുടെ VCR തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് എന്റെ മുഖത്ത് നേരെ നോക്കിയിട്ടില്ല മോന്. അവനാ ഇന്ന് എന്നോട് വഴക്കിന് വന്നത്. അവന്റെ എച്ചിൽ പാത്രം വരെ കഴിയിട്ടുള്ളവളല്ലേ ഞാൻ. അത് അവൻ ഓർത്തോ? അവള് പണക്കാരി ആയതുകൊണ്ട് അമ്മ അവളുടെ ഭാഗത്താ. എന്ത് ചെയ്യാം? ഞാനൊരു പാവ സ്കൂൾ മാഷിന്റെ മോളായി പോയില്ലേ.
കാഞ്ചനെ നീ ഒന്ന് കരയാതിരിക്കേ. എന്റെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. ദേ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുതെന്ന് ഇവിടെ ഉള്ളവരോട് സുഖേട്ടനൊന്ന് പറയണം. അത്രേ വേണ്ടു. അല്ലേ മോഹന, ഏ? ഇന്നലെ രാത്രി നീ വരാൻ വൈകിയോ? ആ, ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് വരുന്നു. ശൈലജയ്ക്ക് ഒഴിവാണല്ലോ ഒന്ന്. കട തുറക്കാൻ വൈകിയോ? ഇല്ല, കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ. ഞാനും നീയും തമ്മിൽ എന്താണ് ബന്ധം? പറയൂ. എന്താ ചേട്ടാ? ചോദിച്ചതിന് മറുപടി പറ മോഹന. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? എനിക്കറിയാം, നന്നായിട്ടറിയാം. നീ അത് മറന്നോ എന്ന് എനിക്കറിയില്ലല്ലോ. മറക്കാനോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞ കാലേ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനാ. നിന്റെ പഠിത്തം, നിന്റെ ഓരോരോ ആവശ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കണക്കിൽ മോശമായിരുന്ന നിന്നെ തല്ലി തല്ലി ഞാൻ കണക്ക് പഠിപ്പിച്ചതും അങ്ങനെ നീ 10ാം ക്ലാസ് പാസ്സായതും ഇല്ലേ? ഓർമ്മയില്ലേ? എന്താ ചേട്ടൻ ഇപ്പൊ ഇത് പറയാൻ? നീ വലുതായപ്പോ ഒരു ചേട്ടനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീയും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശൈലജയുമായിട്ടുള്ള നിന്റെ ലവ് അഫെയർ പോലും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടില്ലേ? പൂവ് അല്ല, ഞാൻ ചേട്ടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസാ, ഭൂതകാലം. എന്താ അപ്പൊ അങ്ങനെ എല്ലാം ചേട്ടന് തോന്നുന്നുണ്ടോ? അത് പോട്ടെ. പക്ഷെ എന്തും എന്നോട് തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. ചേട്ടാ, ഇത്ര വലിയ മുഖവരിയൊന്നും വേണ്ട. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. നീ ഒരു അന്യനായിരുന്നെങ്കിൽ ഈ മുഖവരെ ഞാൻ ഒഴിവാക്കിയേനെ, പ്രതിവിധിയും ചെയ്തേനെ. അറിയാൻ വേണ്ടി ചോദിക്കുക, എന്റെ ഭാര്യയെ ഗുണദോഷിക്കാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതിൽ ഞാനിവിടെ ഇല്ലേ? ഓ, അതാണല്ലേ കാര്യം. ഞാനേ എന്റെ മോള് ആ VCR-ലൊന്ന് തൊട്ടപ്പോ ശൈലജ അവളെ വഴക്ക് പറഞ്ഞു. കാഞ്ചനെ അവളെ ശാസിച്ചത് വലിയൊരു മഹാസംഭവമായി നിന്റെ അടുത്ത് വന്നവൾ പരാതി പറഞ്ഞു. അത് കേട്ട ഉടനെ കാഞ്ചനയുടെ മേക്കിട്ടുകാരൻ ആരാടാ നിനക്ക് അധികാരം തന്നത്? ഓഹോ, അങ്ങനെ വളച്ചൊടിച്ചിരിക്കുകയാണല്ലേ? രക്ഷയില്ല. കലയണ മന്ത്രത്തിന്റെ പോക്ക് ഈ വിധത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. തലയണ മന്ത്രം? അങ്ങനെയുള്ള മന്ത്രം കേട്ട് ചാടി പുറപ്പെടുന്ന പാവയാണോ ഞാൻ? നീ ഒരുത്തിയെ പ്രേമിച്ച് കെട്ടിയെന്ന് കരുതി വലിയ ആളായിപ്പോയെന്ന വിചാരം? ഛേ, എന്താ നിനക്ക് പറയാ? ചേട്ടാ, ഞാൻ ആരുടെയും അറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ നാളെ വല്ല ഹൃദ്രോഗം വന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ ഭാര്യയും മോളെയും നീയും നിന്റെ ഭാര്യയും കൂടെ കടിച്ചു കീറുവല്ലടാ. ആ സ്ത്രീനെ വിളിക്ക്, എന്നിട്ട് ചോദിക്ക് ഞാൻ അവരോട് മെക്കെട്ട് കയറിയൊന്ന്. സ്ത്രീയോ? എടാ, ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനാ. നിന്റെ അമ്മയെ നീ സ്ത്രീ എന്ന് വിളിക്കോ? എന്താ സുഖം? അവരെന്തൊക്കെയാണ് ചേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ലമ്മേ. നിന്റെ ഭാര്യയെ നീ മര്യാദ പഠിപ്പിക്കണം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ചേട്ടനെ തലേ കയറില്ല. അവര് കുത്തിവെച്ച വിഷം കയറി ചേട്ടനെ തല വരുത്തുപോയി. എടാ, സൂക്ഷിച്ച് സംസാരിക്കണം. നീ കെട്ടിയ പിന്നെ ഈ വീട്ടിൽ വിഷം കയറിയത്. സുഖം ഉണ്ടായിരിക്കാനാ പറഞ്ഞത്. എന്റെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണ്ട. എന്താ എന്റെ ഈശ്വര ഇത്? എന്റെ മോളെ നിങ്ങൾ സ്നേഹിക്കണ്ട, പക്ഷെ ദ്രോഹിക്കരുത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, നീ ഇപ്പൊ സ്ത്രീയെന്നും വിഷമൊന്നും വിളിച്ചില്ലേ? മോഹന, അവള് നിന്റെ എച്ചിൽ പാത്രം കഴിയവളാ, നിന്റെ അടിവസ്ത്രം വരെ അലക്കിയവളാ. ഒരു വരെ ചെറ്റത്തരം വിളിച്ചു പറയുന്നത്. എന്താടാ പറഞ്ഞത്? ചെറ്റത്തരം എന്ന് വെച്ചാൽ ഞാൻ ചെറ്റയാണ്. അതെടാ, ഞാൻ ചെറ്റയാ. വിടല്ലേ. എന്റെ ഭാര്യക്ക് മോക്ക് ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. അമ്മേ, വിടാൻ. എന്നെ എന്ത് ചെയ്യുന്നു കാണാലോ? എന്നെ വിടാ. രണ്ടെണ്ണത്തിനെ പിടിച്ച് ചങ്ങലക്കിട വേണ്ടത്. എടാ, നിന്നെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതി വന്നാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. അതാ നല്ലത്. പോയി ചെയ്തോ. എന്റെ ദൈവമേ, എന്താ ഇത്? ഇന്നുവരെ മുഖം കറുത്ത് അന്യോന്യം സംസാരിച്ചിട്ടില്ലാത്ത എന്റെ മക്കള് തമ്മില്. ശരിയാ, ആദ്യമായിട്ടാ. കാരണം എന്താന്ന് അങ്ങോട്ട് ചോദിച്ചു നോക്ക്. അകത്ത് സൗകര്യം വളരെ കുറവാണ്. വാടകയും കുറവാണല്ലോ. അല്ല സാറേ, ഇത്ര പെട്ടെന്നൊരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ്? ഉണക്കമരം വെട്ടിമാറ്റിയില്ലേ ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും. ഓ, അതാണോ? അല്ല സാറേ, പുറപ്പുറത്ത് വീഴാതെ മരം വെട്ടി മാറ്റിക്കൂടെ? മാറ്റാ. എന്റെ അടുത്ത് അതിന് പറ്റിയ ഒരാളുണ്ട്. ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചു തരാം. എടോ, കുടുംബാശ്വാസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ഈ അരച്ചാൻ വയറിന് വേണ്ടി അല്ല, അല്ലേ? മനസ്സമാധാനത്തിന്. ആരാണ് കുറ്റക്കാർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെയാവും. പക്ഷെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയാ, പക്ഷെ എന്റെ പരിപാടി അതല്ല. മനസമാധാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ വെള്ളം അടിക്കും, ഫിറ്റാവും. പിന്നെ ഒന്നും അറിയണ്ടല്ലോ, പിറ്റേ നോക്കിയാൽ മതിയല്ലോ. നമുക്ക് നമ്മൾ ആദ്യം കണ്ട കോളനിയിലെ വീട് വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തേക്കാം.